ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കസിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. കുറച്ച് ദിവസമായി ആനിവേഴ്സറി കഴിഞ്ഞിട്ട്, പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി. നമ്മൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ, അവരുടെ അച്ഛൻ്റെതും അമ്മേൻ്റെതായ കുറച്ച് പേര് മാത്രം. പിന്നെ ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ രണ്ടുപേരാണ് നമ്മുടെ ആനിവേഴ്സറി കപ്പിൾസ്. പിന്നെ ഇത് നന്ദൂടെ, അതുപോലെ സന്ദീപ് ഏട്ടൻ, എല്ലാവരും ഉണ്ട്. എല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അവരുടെ സെക്കൻഡ് ആനിവേഴ്സറി ആണ്. ആദ്യത്തെ ആനിവേഴ്സറിക്ക് അവർ അവിടെ ഇവിടെയൊക്കെ ആയിട്ടായിരുന്നു ഉള്ളത്. അവൻ ദുബായിലാണ്, പിന്നെ ഇവിടെ നാട്ടിലും ആയിപ്പോയി. അതുകൊണ്ട് അത് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ അതിനുശേഷം അവൾ ഗൾഫിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ആഴ്ചയാണ് അവർ തിരിച്ചു വന്നത്, വെക്കേഷന് വന്നതാണ്. അപ്പോൾ അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ എല്ലാവരും പെട്ടെന്ന് തന്നെ വിളിച്ച് സെറ്റാക്കി അങ്ങനെ വന്നതാണ്. ഇതിലും കുറച്ച് പേര് മിസ്സിങ് ആണ്. പലരും പല സ്ഥലങ്ങളിലാണ് ഇപ്പോഴും ഉള്ളത്. ഇതാണ് നമ്മുടെ ആദി. കുറച്ച് ടയേർഡാണ് ആൾ. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതിൻ്റെ ക്ഷീണത്തിൽ അങ്ങനെ എല്ലാവരും ഓരോരോ തിരക്കിലാണ്. പിന്നെ ഫുഡ് പുറത്തുനിന്ന് പറഞ്ഞതായിരുന്നു, അതൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ കുട്ടി പട്ടാളം ഓരോരോ തിരക്കിലായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് ബിന്ദിച്ചും ബീനീച്ചും, നന്ദൂട്ടിൻ്റെ അമ്മയും അമ്മേൻ്റെ അനിയത്തിയാണ്. ഇവിടെ നമ്മൾ അനിയച്ചിയും പൊന്നും ഉണ്ട് ലഡുവിന് കാവലായിട്ട് നിൽക്കുന്നത്. എന്നെ കണ്ടപ്പോൾ മാറി നിന്നതാണ്, എന്തോ എടുത്ത് ഓടേണ്ട പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അധികം ലേറ്റ് ആക്കണ്ടെന്ന് കരുതി അങ്ങനെ കേക്ക് മുറിക്കാൻ പോകുന്നതാണ്. അപ്പോഴാണ് വിക്കൂസിന് ചെറുതായിട്ട് വയറുവേദന എന്ന് പറയുന്നുണ്ടായി. അങ്ങനെ എല്ലാവരും എവിടെയാണ് വയറ്, എങ്ങനെയാണ് വേദന എന്നൊക്കെ പണ്ട് തമാശയാക്കിയിട്ടുണ്ടായി. അപ്പോൾ അവന് സീരിയസ് ആയിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ കേക്ക് കണ്ടപ്പോൾ മൂപ്പർക്ക് ഒരു പ്രശ്നവുമില്ല, ആൾ ഓക്കെയാണ്. മെല്ലെ കേക്കിനടുത്ത് പോയി നിന്നു. തിങ്കൾ തേരേറി വർണ്ണപ്പൂവിൻ തേൻ തേടി പേലിത്തുമ്പിൽ കൈമാറും മോഹങ്ങളെ, എന്നും നിന്നെ കൺകോണിൽ നിന്നും പൊന്നായി കാത്തോളം ഒന്നും മിണ്ടാതെന്തേ നീ നിൽപ്പൂവിൽ, മിഴിയറിയാതെ വന്നു നീ മിഴിയൂഞ്ഞാലിൽ. ഈ കേക്ക് തന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പു, ആദിയുടെ ബ്രദറാണ്. അപ്പോൾ അവൻ കല്യാണ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു ആനിവേഴ്സറിക്ക് അവനുണ്ടായി. അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കഴിച്ചു. പിന്നെ അധികം ലേറ്റ് ആക്കാതെ തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം നാളെ തിങ്കളാഴ്ചയാണ്, എല്ലാവർക്കും കോളേജിലും സ്കൂളിലൊക്കെ പോകേണ്ടതാണ്. അധികം ലേറ്റായാലും അത് നടക്കില്ല. അതുകൊണ്ട് അങ്ങനെ ഫുഡ് വിളമ്പാൻ തീരുമാനിച്ചു. നല്ല ബിരിയാണിയും ക്യാരറ്റ് പായസവുമാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഇത് നമ്മുടെ അഞ്ചു ചേച്ചി, ഇത് റോജേച്ചി, അതുപോലെ ഇത് സന്ദീപേട്ടൻ. ആദിയിലെ മൂത്തച്ഛൻ്റെ മോനാണ് സന്ദീപേട്ടൻ. അങ്ങനെ സന്ദീപേട്ടൻ നമുക്ക് വിളമ്പി തന്നു. അതിനുശേഷം നമ്മൾ ഓരോരുത്തരായിട്ട് അത് ടേബിളിലേക്ക് തട്ടുകയാണ് ചെയ്തത്. പിന്നെ ഈ ബിരിയാണി നല്ല ദം ബിരിയാണിയാണ്, നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തതാണ്. നമ്മുടെ വീടിനടുത്ത് തന്നെ ഒരുത്തർ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കിത്തരും. അങ്ങനെ ബിരിയാണി അവരുടേതായ സ്പെഷ്യലായിട്ടുള്ള ക്യാരറ്റ് പായസമായിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇരുന്നിട്ടുണ്ടായി. അങ്ങനെ 2 ടേബിളിലായിട്ട് ഇരുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ആൾക്കാർ കഴിച്ച് തീർന്നിട്ടുണ്ടായി. ഇത് നമ്മുടെ സരിയാട്ടെ, സന്ദീപേട്ടൻ്റെ അനിയനാണ്, അനുവേച്ചിൻ്റെ ഹസ്ബൻഡ്. പിന്നെ ഇവിടുന്ന് അച്ചാർ വിളമ്പുന്ന ഗ്യാപ്പിൽ നമ്മുടെ ആദി ഇടയ്ക്ക് തൊട്ട് നിൽക്കുന്നുണ്ടായി. അവൾക്ക് ചെറിയ വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരക്ക് പിടിച്ചിട്ട് വിളമ്പലും ഇത്. പിന്നെ കുട്ടിപ്പട്ടാളും മേലത്തുനിന്ന് കളിക്കുകയായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കേണ്ട ടൈമായപ്പോൾ വിളിച്ചപ്പോൾ എല്ലാവരും ഓടി വന്നു. അങ്ങനെ എല്ലാവരും ഒന്നിച്ചിട്ടിരുന്നു. അവർ ഭയങ്കര ഹാപ്പിയാണ്. കാരണം അന്ന് ഹൽദിക്ക് ഡാൻസൊക്കെ കളിച്ചതിന് ശേഷം ഇപ്പം കളിക്കാനായിട്ട് ഇവർക്ക് ടൈം കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇന്ന് അവർ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ഏട്ടനും അനിയനും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോഴാണ് വിക്കുവിൻ്റെ പ്ലേറ്റിൽ കാലാണ് കിട്ടിയത് അവന്. അങ്ങനെ വിക്കുവിൻ്റെ കാല് കണ്ടിട്ട് വിക്കു ഭയങ്കര ഷോ ഓഫായിരുന്നു. പക്ഷെ ഫുഡൊന്നും അങ്ങനെ കഴിച്ചിട്ടുണ്ടായില്ല. ഇതാണ് കുഞ്ഞും കുഞ്ഞാറ്റയും. ഇവരാണ് സന്ദീപേട്ടൻ്റെയും സരിയേട്ടൻ്റെയും മക്കളാണ്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കുന്നു. അങ്ങനെ ലാസ്റ്റ് ട്രിപ്പിൽ നമ്മളും എല്ലാവരും ഫുഡ് കഴിച്ചു. പിന്നെ അധികം നേരം അവിടെ വെയിറ്റ് ചെയ്തില്ല, കാരണം ലേറ്റായി, 10 മണി അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ നമ്മളും മടങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ.